അയ്യോ, അഗാധമായ കുഴിയാണ്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാൻ കാരണം എന്നാ, ഈ പാമ്പിനെയൊക്കെ പിടിക്കുന്ന വെള്ളം ചെക്കാൻ കിടക്കുന്നുണ്ട്. അവിടെ കിടപ്പുണ്ട്. അവൻ അങ്ങോട്ട് പോയി മാറുന്നുണ്ട്. അങ്ങോട്ടിട്ട് ചപ്പ് കിടക്കുന്നുണ്ട്. അവിടെ കിടണ്ടല്ലേ? ഇല്ല, ഉണ്ട്. ഉണ്ട്. അതെ, കിടപ്പുണ്ട്. ചുറ്റി കൂടുവന്നോ? അതേ തന്നെ ചുറ്റി കൂടുമെന്ന് തോന്നുന്നു. പതുക്കെ പൊക്കി അറിയാം. കമ്പ ആണോ? അല്ല, അതേ തന്നെ ഇരിക്കുന്നുണ്ട്. ഓണാണേ. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളുമാണ് നമ്മുടെ എനർജി. ഇത് അഗാധമായ താഴ്ചയുള്ളൊരു കിണറാണ് കേട്ടോ. പാമ്പിനെ ഒന്നും മുകളിൽ നിന്ന് നോക്കിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഏതാണ്ട് ഞാഞ്ഞൂല് നടക്കണ പോലെ തോന്നണം. എന്തായാലും സാധനം വിധത്തിൽ ഉടക്കിയിട്ടുണ്ട്. പൊങ്ങി വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ എന്നാന്നുള്ളത്. കുറച്ച് ദിവസങ്ങളായിട്ട് വെള്ളത്തിൽ കിടന്ന് നീന്തി മടുത്ത കക്ഷിയാണ് പുള്ളി. അതുകൊണ്ട് ചാടി പുള്ളി ഇതേ കയറി ചുറ്റി. ബാക്കി പാമ്പുകളാണെങ്കിലൊന്നും ചുറ്റത്തില്ല. ഇത് നമ്മൾ വളവളപ്പൻ എന്ന് പറയും, അല്ലെങ്കിൽ ശംഖുവരയൻ എന്ന് പറയും. ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന പാർട്ടിയാണ്. നല്ല വിഷമുള്ള സാധനമാണ്. പക്ഷേ ഇത് മീഡിയം സാധനമാണ്, ഇടത്തരമാണ്. വലുതുമല്ല ചെറുതുമല്ല. അപ്പോൾ ഇതിനെ എടുത്ത് ഈ പ്രദേശം മുഴുവൻ ഭയങ്കര പള്ളയും കാടുമായതുകൊണ്ട് ഇവിടെ തന്നെ റിലീസ് ചെയ്യുകയാണ്. ചേട്ടൻ പറഞ്ഞു ഇവിടെ തന്നെ റിലീസ് ചെയ്തോളാൻ പറഞ്ഞു. ആ പ്രദേശം മുഴുവൻ പള്ളയാണ്. ആ കിണർ ഇരിക്കുന്നത് പള്ളയ്ക്കകത്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവനെ എടുത്ത് നമ്മൾ ഇവിടെ തന്നെ വിടുകയാണ്. അവന് എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ, ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ ജീവിക്കട്ടെ എന്ന് ഉദ്ദേശിച്ച് അവനെ ഇവിടെ തന്നെ വിടുകയാണ്. അതിനെന്തോ അതാ പറഞ്ഞ സ്ഥലം നീന്തി അങ്ങനെ മടുപ്പ്. കോമൺ ക്രൈറ്റ് എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഈ പാമ്പിനെ കാട്ടുപാമ്പുമായിട്ട് ഒത്തിരി സാമ്യമുണ്ട്. അവരെ തിരിച്ചറിയാനായിട്ടുള്ള മാർഗ്ഗമെന്ന് പറഞ്ഞാൽ ആ പെയറിങ് ലൈൻ കണ്ടോ, 2 വരകൾ അടുത്തടുത്ത്, പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് അടുത്തടുത്ത് 2 വരകൾ. നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ ഇവരെ തിരിച്ചറിയാനായിട്ടുള്ള മാർഗ്ഗം ഈ വരകളാണ്. 2 വരകൾ അടുപ്പിച്ചും പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ്, അതിൻ്റെ ഇരട്ടി ഗ്യാപ്പും കഴിഞ്ഞ് പിന്നെ 2 വര അടുപ്പിച്ച്, അങ്ങനെയാണ് ഇവളുടെ ദേഹത്തെ ഡിസൈൻ. അത് കണ്ടേ നമുക്ക് ഇവയെ കൂടുതലായിട്ട് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. കാട്ടുപാമ്പിൻ്റെ വരകൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കാണിയില്ല, കൃത്യമായ അകലത്തിൽ തന്നെയായിരിക്കും. അതിന് കാണാൻ ഇത്ര ഭംഗി ഉണ്ടാവുകയില്ല.